Hello dears, how are you? I think all of you fine. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 6 ഹെൽത്ത് കെയർ. അതിൽ നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് ചെക്കപ്പ്. A regular health checkup of the child should be undertaken and a health record should be maintained. കുട്ടികളുടെ പതിവ് ആരോഗ്യ പരിശോധന റിപ്പോർട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള രേഖകളും അടങ്ങിയ ഒരു റെക്കോർഡ്സ് എവിടെ ഉണ്ടായിരിക്കണം? സ്കൂളുകളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം കൊണ്ടുപോവുകയും വേണം. Health examination should include general appearance, body structure, recording of pulse, respiratory rate, temperature measurement, height, weight, chest and abdomen examination. Check neck, eyes, ears, nose, throat, teeth, skin, hair, nail vision, hearing, mental responsiveness, movement of limbs, urine and stool examination. ആ റെക്കോർഡ്സിൽ അത്യാവശ്യം വേണ്ട ഒരു കുട്ടിയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബോഡി സ്ട്രക്ചർ വേണം, അതേപോലെ തന്നെ പൾസ് വേണം, അതേപോലെ തന്നെ ആ നെഞ്ചിൻ്റെ ഉയരം, കഴുത്ത്, കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, പല്ല്, അതേപോലെ ത്വക്ക്, അതേപോലെ മുടി, നഖം, കാഴ്ച, കേൾവി, ഇതിൻ്റെയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നും മാനസികമായിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും അതേപോലെ തന്നെ കൈകാലുകളുടെ പ്രവർത്തനശേഷി, മലമൂത്ര പരിശോധന, ഇതെല്ലാം ആ റെക്കോർഡ്സിൽ എന്താണ് ഉണ്ടായിരിക്കണം. ഹെൽപ്പ് ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിഫക്ട്സ് സച്ച് ആസ് ഡിഫക്റ്റീവ് വിഷൻ, ജെൻഡർ കാരീസ് എക്സെട്ര. Health checkup should be the duty of parents as well as the school, and problem reported should be immediately attended to. ഇത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഏതെങ്കിലും ഒരു കുട്ടിക്ക് കാഴ്ച വൈകല്യമോ അല്ലെങ്കിൽ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ദന്തക്ഷയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെയാണ് അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പാരൻസ് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തിയാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് എന്തെങ്കിലും പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്താൽ ആ കുട്ടിയുടെ ആരോഗ്യ റിപ്പോർട്ടാണ് അവിടെ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ ആരോഗ്യ റിപ്പോർട്ടും എവിടെ വേണം? സ്കൂളുകളിൽ വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സേഫ്റ്റി. Adequate provisions for the safety of children at home or outside is an asset not to be neglected. വീട്ടിലോ പുറത്തോ കുട്ടികൾക്ക് മതിയായിട്ടുള്ള സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം അല്ലേ? അതേപോലെ തന്നെയാണ് എന്താണ് കീപ്പിംഗ് മെഡിസിൻസ്, കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് ഐറ്റംസ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. മെഡിസിൻസ്, കെമിക്കൽസ് പോലെയുള്ള ഡേഞ്ചറസ് ഐറ്റംസിൽ നിന്നും നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. അതേപോലെ കീപ്പിംഗ് ഇലക്ട്രിക് വയറസ് ഇൻസുലേറ്റഡ്, പുട്ട് എവേ ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസസ്. അതേപോലെ ഇലക്ട്രിക് വയർ അല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ എന്താ വയറൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതുവഴി കുട്ടികളെ പോയി പിടിക്കും, കുട്ടികൾക്ക് എന്തെങ്കിലും ഷോക്ക് കളിക്കും. അതേപോലെ ഗ്ലാസ്സൊക്കെ പൊട്ടിയതിരിക്കുന്നുണ്ടാവും, അത് കുട്ടികളുടെ അടുത്തുള്ള അവർക്ക് എന്ത് ചെയ്യും? അപകടങ്ങളുണ്ടാവും. അതിനെല്ലാം അവർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. Cleaning of spitted water of oil on the floor etc. are important step towards safety. അതേപോലെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ആക്കുമ്പോൾ വെള്ളം അതിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും? കുട്ടികൾ വഴുക്കി വീഴും. അതുവഴിയും കുട്ടികൾക്ക് എന്താ അപകടങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ഫ്ലോറിൽ ഓയിൽ പോയിട്ടുണ്ടെങ്കിൽ ഓയിൽ ചവിട്ടി കുട്ടികൾ വീണാലും അവിടെ എന്തുണ്ടാവും? അപകടങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഷുഡ് ബി അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി. അഥവാ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. മോറോവർ കെയർ ഷുഡ് ബി ടേക്കൻ ദാറ്റ് ചിൽഡ്രൻ നോട്ട് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ് അലോൺ. അതുപോലെ തന്നെ ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്? വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ എവിടേക്കും പോകരുത്. ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ഗോയിങ് ഓഫ് ദെയർ സ്കൂൾ ദേ ഷുഡ് ആൾസോ നോട്ട് ബി അലൗഡ് ടു പ്ലേ ഡേഞ്ചറസ് ഗെയിംസ്. അതേപോലെ തന്നെ കുട്ടികൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്? സ്കൂൾക്ക് പോകാൻ അനുവദിക്കരുത്. അതേപോലെ തന്നെയാണ് അവർ കളിക്കുമ്പോൾ ഡേഞ്ചറസ് ഗെയിംസിൽ നമ്മൾ അവരെന്ത് ചെയ്യരുത്? പ്രോത്സാഹിപ്പിക്കരുത്. അത് അവരെ കളിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ബേൺസ് ഫയർ വർക്ക് എലോൺ. അതേപോലെ തന്നെയാണ് തീ കൊണ്ട് കളിക്കാനും തീ കൊണ്ട് ഒറ്റയ്ക്ക് അവരെ വർക്ക് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യരുത്? സമ്മതിക്കരുത്. സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ആൾസോ ബി ടേക്കൺ ഈവൻ വെൻ ദേ ട്രാവൽ ബൈ വെഹിക്കിൾ ടു ആൻഡ് ഫ്രം ദ സ്കൂൾ. അതേപോലെ തന്നെ സ്കൂൾക്ക് പോകുമ്പോഴും വരുമ്പോഴും അവരെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്? ഒറ്റയ്ക്ക് യാത്ര അനുവദിക്കും ചെയ്യരുത്. വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര അനുവദിച്ചുകൂടാ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ജസ്റ്റ് ലൈക്ക് ദ 0 to 3 years age group, the 3 to 6 years old also have their own nutritional needs.
അതായത് 0 മുതൽ 3 വയസ്സ് വരെയും 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പോഷകാഹാരങ്ങളുടെ എന്തുണ്ട് ആവശ്യകത ഉണ്ട്. ഓക്കെ. A well-nourished child has normal weight, height and age, is alert, active, happy and curious. അതേപോലെ തന്നെയാണ് നല്ല ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് സാധാരണമായിട്ടുള്ള ഉയരവും ഭാരവും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അവരുടെ പ്രായത്തിനനുസരിച്ച് ആ ഒരു ജാഗ്രതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. He sleep well all night, is not irritable, has a good attention span and has a good appetite. അതായത് അതേപോലെ തന്നെയാണ് അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നല്ലൊരു ജിജ്ഞാസൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അവർ രാത്രി നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. അവരിൽ നല്ല വിശപ്പും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Since nutrient make up each of cell the body, keeping up with the nutritional needs become important for healthy development of the body and mind. Deficiency, excess or imbalance of nutritional can not only create mild disorder but ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും എന്താവശ്യമുണ്ട്? പോഷകങ്ങൾ ആവശ്യമാണ്. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യമായിട്ടുള്ളൊരു അവസ്ഥക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പോഷകത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനടക്കം ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പാർട്ട് ഹെൽത്ത് ചെക്കപ്പ്, സേഫ്റ്റി, ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്.